തരാനുള്ള ആളാണ് പോകുന്നത്. ഒരു വിധേയത്വം. ഖഹറുർ റിജാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് നോക്കൂ നിങ്ങൾ. അങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമാണിത്. കടം വാങ്ങി നടക്കുന്ന ആളല്ലേ, പുച്ഛമായിരിക്കും ആളുകൾക്ക് അവനോട്. ഇത് വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വദ്ദൈൻ, കടത്തിൽ നിന്നും അത് മുഖേന നന്ദികേട് അല്ലെങ്കിൽ കുഫർ അവിശ്വാസത്തിലേക്ക് വന്നെത്തുന്നതിൽ നിന്നും പടച്ച തമ്പുരാനെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ ഗൗരവപൂർവ്വം നമ്മുടെ ഈ സാമ്പത്തിക ഇടപാടുകളെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ ചില കടങ്ങളൊക്കെ ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന ദൈന യഖ്തസു മിൻ സ്വാഹിബിഹി യൗമൽ ഖിയാമത്തി ഇദാ മാത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കടബാധിതനാണെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇല്ലാ മൻ തദയ്യന ഫീ സലാസി ഖിലാൽ, 4 കാര്യങ്ങൾക്ക് കടം വാങ്ങിയവൻ ഒഴികെ. 4 കാര്യങ്ങൾക്കാണ് നിങ്ങൾ കടം വാങ്ങുന്നതെങ്കിൽ ആ വിഷയത്തിൽ കടബാധിതനായി നിങ്ങൾ മരിച്ചു പോയാൽ പടച്ചവന്റെ അരികിൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത് നോക്കൂ. 1, അർ-റജുലു തലഉഫു ഖുവതഹു ഫീ സബീലില്ലാഹ് ഫയസ്തദീനു യതവഖാ ബിഹി അലാ അദുവില്ലാഹി വഅദുവിഹി. തന്റെ ശത്രുവിനെതിരിൽ, അല്ലാഹുവിന്റെ ശത്രുവിനെതിരിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ വേണ്ടി തന്റെ ചോരയും നീരും ഒഴുക്കി അങ്ങനെ തന്റെ കരുത്ത് ചോർന്നു പോയ ഒരു മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കടം വാങ്ങി. അയാൾ കടക്കാരനായത് തന്റെ കരുത്തും തന്റെ സാമ്പത്തിക ശേഷിയും ഒക്കെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടാണെങ്കിൽ പടച്ചോൻ അവന്റെ രക്ഷകൻ. വറജുലുൻ യമൂതു ഇൻദഹു മുസ്ലിം, ഒരാൾ അവന്റെ അരികിൽ, അയാൾ ഒരു മുസ്ലിമിന്റെ അരികിൽ ചെന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ അരികിൽ ഒരു മയ്യത്തുണ്ടായി. ലാ യജിദു മാ യുകഫിനുഹു വയുവാരിഹി ഇല്ലാ ബിദൈൻ, അയാളെ മറമാടാനുള്ള പണം കടം വാങ്ങിയിട്ടല്ലാതെ അദ്ദേഹത്തിന് കിട്ടിയില്ല. ഒരു മുസ്ലിമിന്റെ മയ്യത്ത് മറമാടാൻ ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ കടം വാങ്ങേണ്ടി വന്നാൽ ആ കടം അയാൾക്ക് ബാക്കിയായാൽ പടച്ചോൻ അതിന്റെ പേരിൽ ചോദിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേതോ വറജുലുൻ ഖാഫ അൻ അലാ നഫ്സിഹി അൽ അസൂബ, വിവാഹം കഴിക്കാതെ കാലം കഴിഞ്ഞ് വഴി പിഴച്ചു പോകുമെന്ന് ഭയന്നുകൊണ്ട് ഒരാൾ തന്റെ ധർമ്മനിഷ്ഠ അത് നിലനിർത്താൻ, സദാചാരബോധം നിലനിർത്താൻ, തന്റെ സ്വകാര്യ ജീവിതം വിശുദ്ധമാക്കാൻ വേണ്ടി കടം വാങ്ങി കല്യാണം കഴിച്ചു. കടം വാങ്ങി കല്യാണം കഴിച്ചു പറഞ്ഞാൽ എന്താണ്? എന്തിനാ അവന് ചെലവ്? എന്താ ചെലവ് അവന്? മഹറിന്റെ ചെലവ്. അതും ഇത് പേടിച്ചുകൊണ്ടാണ് ഒരാൾ കല്യാണം കഴിച്ചു. അങ്ങനെ അയാൾ മരിച്ചു പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൻകിഹു ഖശിയതൻ അലാ ദീനിഹി, തന്റെ ദീനിന്റെ മതനിഷ്ഠയുടെ സംരക്ഷണത്തിന് വേണ്ടി പടച്ചവനെ ഭയപ്പെട്ട് കടം വാങ്ങിയവൻ കല്യാണം കഴിച്ചാൽ ഫഇന്നല്ലാഹ യഖ്ലി അൻ ഹൗലാഇ യൗമൽ ഖിയാമ, ഇത്തരം കടബാധിതരുടെ കടങ്ങൾ പടച്ച തമ്പുരാൻ അന്ത്യദിനത്തിൽ പടച്ചവൻ വീട്ടിക്കൊള്ളുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യാവശ്യങ്ങൾക്ക്, ഈ ആവശ്യങ്ങൾക്കല്ലാതെ കടം വാങ്ങാൻ പാടില്ല. കടബാധിതനായി മരിച്ചു പോകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യദ്ഉല്ലാഹു ബിസ്വാഹിബിദ് ദൈൻ യൗമൽ ഖിയാമ, കടമുള്ള ഒരാളെ അന്ത്യദിനത്തിൽ പടച്ച തമ്പുരാൻ വിളിച്ചു കൊണ്ടുവരും. ഹത്താ യുവഖിഫ ബൈന യദൈഹി, അവന്റെ മുമ്പിൽ നിർത്തി അവനോട് ചോദിക്കും. ഫയഖാൽ യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഫീമാ അഖദ്ത ഹാദ ദൈൻ, എന്തിനാണ് നീ ഈ കടം വാങ്ങിയത് എന്ന് അല്ലാഹു ചോദിക്കും. വഫീമാ ലയ്യഅത ഹുഖൂഖൻ നാസ്, ഈ കടം വീട്ടാതെ ജനങ്ങളുടെ അവകാശങ്ങൾ എന്തുകൊണ്ടാണ് നീ പാഴാക്കി കളഞ്ഞത് എന്ന് പടച്ച തമ്പുരാൻ നമ്മോട് ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ ആ മനുഷ്യൻ പറയും, യാ റബ്ബ്, നാഥാ തമ്പുരാനെ, ഇന്നക തഅലം, നിനക്കറിയാമല്ലോ, അന്നി അഖത്തുഹു ഫലം ആകുൽ വലം അശ്റബ് വലം അൽബിസ്, ഞാൻ ആ കടം വാങ്ങിയത് തിന്നാനല്ല, ഉടുക്കാനല്ല, കുടിക്കാനല്ല പടച്ചോനെ ഞാൻ കടം വാങ്ങിയത്. പിന്നെ എന്തിനു വേണ്ടിയാണ്? വലം ഉലയ്യ, കടം വാങ്ങിയിട്ട് ആ സമ്പത്ത് ഞാൻ ഒരിക്കലും പാഴാക്കിയിട്ടുമില്ല. എന്തിനെ കടം വാങ്ങിയത്? വലാകിൻ അതാ അലയ്യ, എനിക്കൊരു അത്യാപത്ത് വന്നു. ഇമ്മാ ഹർഖുൻ, എന്റെ സമ്പാദ്യമൊക്കെ അത് തീ പിടിച്ചു പോയി, തീ പിടിച്ചു നശിച്ചു. വ ഇമ്മാ ശർഖുൻ, അല്ലെങ്കിൽ എന്റെ സമ്പാദ്യമൊക്കെ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി.
അല്ലെങ്കിൽ അതിനൊക്കെ തീരാ നഷ്ടം സംഭവിച്ചു പോയതാണ് തമ്പുരാനെ. അങ്ങനെയാണ് ഞാൻ കടബാധിതനായത് എന്ന് പരലോകത്ത് ഈ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹു പറയും, സ്വദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് നേരാണ്. നമ്മുടെ മനസ്സ് വായിക്കാൻ അറിയുന്ന പടച്ച തമ്പുരാൻ, സ്വദഖ അബ്ദി, എന്റെ അടിമ പറഞ്ഞത് നേരാണ്. അനാ ഹഖ്ഖു മൻ ഖലാ അൻക, നിന്റെ കടം വീട്ടാൻ ഏറ്റവും അർഹൻ. എന്റെ അടിമ കഷ്ടപ്പെട്ടപ്പോൾ, കഷ്ടപ്പെട്ട് നിർബന്ധിത സാഹചര്യത്തിൽ അവൻ വാങ്ങി കടം വീട്ടാൻ ഏറ്റവും അർഹൻ ഞാനാണ്. ഫയദുല്ലാഹു ബിശൈ ഫയലഹു ഫി കഫി കഫത്തി മീസാനിഹി, എന്നിട്ട് അല്ലാഹു ഒരു വസ്തു കൊണ്ടുവരും, അവന്റെ നന്മയുടെ ത്രാസിൽ അത് തൂക്കും, വെക്കും, അത് ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങും. ഫതർജഹു ഹസനാതുഹു അലാ സയ്യിആതിഹി എന്നാണ്. അത് പരിഹരിക്കുന്നത് നോക്കണം. അങ്ങനെ അവന്റെ തിന്മയേക്കാൾ അവന്റെ നന്മയുടെ ത്രാസ് ഖനം തൂങ്ങും. ഈ നന്മയുടെ ത്രാസിൽ നിന്ന് എടുത്തിട്ടാണ് പഠിച്ചോൻ എന്ത് ചെയ്യുന്നത്? കടം വീട്ടുന്നത്, മറ്റുള്ള ആളുടെ കടം വീട്ടുന്നത്. ഫയദ്ഖുലുൽ ജന്ന ബിഫളില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്താലും കാരുണ്യത്താലും അവൻ സ്വർഗ്ഗത്തിൽ പോകും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആൾക്കാരുണ്ട്, വാങ്ങുമ്പം തന്നെ നിയ്യത്ത് എന്തായിരിക്കും? ഏതായാലും അങ്ങോട്ട് തിരിച്ചില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ റസൂല് പറയാണ്. അവരെ കുറിച്ച് പറഞ്ഞ എന്താണെന്നോ? നാണമില്ലാത്ത കള്ളന്മാർ എന്നാണ് പറഞ്ഞത്. സാരിഖ് ജരീർ, കേട്ടോ, കള്ളനാണ്, ധൈര്യവാനായ കള്ളൻ, നാണം കെട്ട കള്ളന്മാരാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുടുങ്ങിയിട്ട് കടം വാങ്ങണം, എന്നിട്ടോ വാങ്ങുമ്പം തന്നെ നിയ്യത്ത് ഇത് ഏതായാലും നിനക്ക് അങ്ങോട്ട് മടക്കില്ല. കടം വീട്ടാൻ കഴിവുണ്ടായിട്ട് കടം വീട്ടാത്ത ആളുകളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ? അങ്ങനെയുള്ള ആളുകൾ മത്ലുൽ ഗനിയ്യി ദുൽം എന്നാണ്, ഏറ്റവും വലിയ അക്രമമാണ്. ഗനിയ്യി, കഴിവുണ്ടായിട്ടും കടം വീട്ടാതെ നടക്കുന്ന സമ്പന്നന്മാരായ ആളുകളുടെ മത്തുൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദാസീനത, കടം വീട്ടണ്ട എന്നുള്ള അവരുടെ മനോഭാവം ദുൽമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടാൻ കഴിവുണ്ടെങ്കിൽ വേഗം കൊടുത്തു വീട്ടണം എന്നാണ്. മാത്രമല്ല അവിടുന്ന് പറയുകയുണ്ടായി, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ, കടം വീട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് കുടുങ്ങിയിട്ട് ആരെങ്കിലും കടം വാങ്ങി എന്നിട്ട് അവൻ വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അവന്റെ കടം പടച്ചവൻ വീട്ടും. വമൻ അഖദഹ യുരീദു ഇത്ലാഫഹ, ഒരാളെ പറ്റിക്കണം, വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ കടം വാങ്ങുന്നതെങ്കിലോ അത്ലഫഹുല്ലാഹ്, അല്ലാഹു അവനെ വഞ്ചിക്കും, അവനെയും ശിക്ഷിക്കും പടച്ചവൻ എന്നാണ്. ഈ കാര്യം നമ്മൾ മുഖവിലേക്ക് എടുക്കണം, ഗൗനിക്കണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റജുലുൻ, ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു റസൂലിന്റെ അരികിൽ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് അതുകഫിറു അന്നി ഖതായായ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഞാൻ രക്തസാക്ഷിയാവുകയാണെങ്കിൽ എന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, അതെ, താങ്കളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇൻ ഖുതിൽത വഅൻത സ്വാബിറുൻ മുഹ്തസിബ്, ക്ഷമയവലംബിച്ചുകൊണ്ട് പരലോക പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്റെ ജീവിതം ബലിദാനം ചെയ്താൽ, മുഖ്ബിലുൻ ഗൈറു മുദ്ബിർ, ഒരിക്കലും പിന്തിരിഞ്ഞു പോകാതെ ഭീരുവാകാതെ അടിയുറച്ച് അവന്റെ രണാങ്കണത്തിൽ അടരാടിയാൽ, നിനക്ക് അങ്ങനെ മൃത്യു വരിച്ചാൽ നിനക്ക് ഏതായാലും സ്വർഗം ലഭിക്കും. സുമ്മഖാൽ, കുറച്ചിങ്ങനെ കഴിഞ്ഞിട്ട് നബി പറഞ്ഞു, കൈഫ ഖുൽതു, ഞാൻ എന്തേ ഇപ്പൊ പറഞ്ഞത്? ഇന്നിന്ന മാതിരിയാണ് പറഞ്ഞത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖാൽ, ഒരു കാര്യം ഒഴികെ, ഇല്ലദ്ദൈൻ, കടമൊഴികെ. കടമുണ്ടെങ്കിൽ ഒരു രക്തസാക്ഷിയും എന്ത് ചെയ്യുകയില്ല? രക്തസാക്ഷിയുടെ പോലും കടമൊഴികെ എല്ലാം പരിഹരിക്കപ്പെടും. എന്നിട്ട് റസൂൽ പറയാണ്, ഫഇന്ന ജിബ്രീൽ അഖ്ബറനി ബിദാലിക, ഞാൻ രണ്ടാമത് പറയാൻ കാരണം എന്താണെന്നോ? ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു, ദൈൻ ദൈൻ ദൈൻ, കടത്തിന്റെ കാര്യം, രക്തസാക്ഷിയാണെങ്കിലും കടത്തിന്റെ കാര്യം ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല എന്നാണ്. യുഗ്ഫറു ലിശഹീദി കുല്ലു ദംബിൻ ഇല്ല ദൈൻ, കടമൊഴികെ എല്ലാ പാപങ്ങളും ഒരു രക്തസാക്ഷിയുടെ പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മരിച്ച മയ്യത്ത് പ്രവാചകന്റെ തിരുസന്നിധിയിൽ മസ്ജിദ് നബവിയിലൊക്കെ എത്തിയാൽ